ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് ഒരു 1 മന്ത് ആവാനായതാ തോന്നുന്നു. ഇപ്പം തന്നെ കുറച്ചൊന്ന് ഇതായിപ്പോയി. ബിസി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചില സാങ്കേതിക കാരണം ഇതെല്ലാം സംതിങ് അതൊക്കെ കൊണ്ട് തന്നെ ഒന്നും വീഡിയോസ് ഇടാനോ അതൊന്നും പറ്റിയിട്ടുണ്ടായില്ല. എന്തെങ്കിലും വേണ്ടേ, കണ്ടൻറ്റ് വല്ലതും വേണ്ടേ ഇടണമെങ്കിൽ തന്നെ. സോ വല്ലപ്പോഴും പുറത്തൊക്കെ പോകണം, എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ തന്നെ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അത് വേറൊരു പോയിൻറ്റ്, നോട്ട് പോയിൻറ്റാണ്. സോ ഗൈസ്, ഞാൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ അന്ന് ഏതായിരുന്നു തിമ്മ കാന്താര കാണാനായിരുന്നു അത് ലാസ്റ്റ് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നേരമായിരുന്നു ഞാൻ വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അതേപോലെ നെക്സ്റ്റ് ഇനിയിപ്പം ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോഴത്തേക്കും അതേപോലെ പടത്തിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിപ്പം നെക്സ്റ്റ് എന്നാൽ DSRI മൂവി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാട്ടത്തിലാണ് അപ്പം ഞാനും മാമനും എന്താ പറയുക വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരുന്നായിരുന്നേ. അനിയൻ കോളേജ് കണ്ട് നേരെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മി ക്ലാസ്സും കഴിഞ്ഞ് അവിടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, അഴീക്കോട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പം കസിനും ആൻറ്റിയൊക്കെ വീട്ടിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ ഇങ്ങോട്ട് അവരാക്കി തരാമെന്ന് പറഞ്ഞാണ്ട് മമ്മീനെ ഇവർ അങ്ങോട്ട് എന്തായാലും വീട്ടിൽ പോകണ്ടല്ലേ. അപ്പോൾ മമ്മീനെ അവിടെ ടാക്സിയിൽ അവിടെ ആക്കി എന്നിട്ട് അവരങ്ങോട്ടേക്ക് പോയത്. നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയണ്ടേ, നമുക്ക് അതിന് ടെൻഷൻ അടിച്ചു. കാരണം വെച്ചാൽ മമ്മി അവിടെ നിന്ന് ബസ്സിനാണ് വരുന്നതെങ്കിൽ ഇത് ടൈമിൻ്റെ ആ ഒരു പ്രശ്നം വരുമല്ലോ, അന്നേരം സ്റ്റാർട്ടിങ് കിട്ടത്തില്ലല്ലോ, ആ ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുള്ളതുകൊണ്ട് അവിടെ എത്തി, നമ്മളതേപോലെ എത്തി. നമ്മളെക്കാട്ടും മുന്നേ ശരിക്കും പറഞ്ഞാൽ അനിയൻ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവൻ വണ്ടിയിൽ വന്നുകൊണ്ട് ആക്റ്റീവിൽ എടുത്തിട്ട് അപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു എങ്ങനെ എടുത്തു വെക്കട്ടെ, ടിക്കറ്റിൻ്റെ സംഭവം ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇതാക്കട്ടെ, ഓക്കെ അത് പറഞ്ഞു. അപ്പോഴത്തേക്കും അവൻ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഓൾറെഡി അവിടെ സെറ്റായി നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു ആൾ. നമ്മൾ അവിടെ എത്തി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വെയിറ്റിംഗ് ആയി മമ്മീനാ. മമ്മി വരാൻ വേണ്ടി വെച്ചത്. പിന്നെ മമ്മി വന്ന് നമ്മൾ നേരെ പടം കാണാൻ വേണ്ടി കയറിയാണ്. ഓക്കെ, സോ ഗൈസ്, നമ്മൾ പടമൊക്കെ കണ്ട് ഇറങ്ങി. ഒന്നും പറയേണ്ട, അടിപൊളി പടം. ഞാൻ അതിനപ്പുറം ഒന്നും അധികം പറയുന്നില്ല. ഇത് ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. മെയിൻലി എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ്, കസിൻസ് അങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും ബെറ്റർ ഐഡിയ. അത് ഇതുവരെയുള്ള ഒരു ഇത് കണ്ടിച്ച് എനിക്ക് അങ്ങനെ തോന്നി. ലൈക്ക് സ്റ്റാർട്ടിങ് മാത്രം ആ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് മാത്രം, ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഏജിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് എന്നാ പറയേണ്ടത്, 18+ ആയതുകൊണ്ട് അനിയനും അനിയത്തിനും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. കാരണം ചെറുതങ്ങാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അനിയനും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടായുള്ളൂ. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് നേരെ അങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിലിടക്ക് നോക്കുമ്പോഴത്തേക്കും മാമൻ വിളിച്ച്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മാമൻ വിളിച്ചു. മാമൻ നമ്മളെ മുന്നിലൊരു ബസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ബസ്സിലുണ്ടായിട്ടുണ്ടായിരുന്ന ആൾ പറഞ്ഞു ഞാൻ മുന്നിലുണ്ട് കേട്ടാ. എന്നിട്ട് ഓരോ പറഞ്ഞില്ല, ഞാൻ അങ്ങ് വീട്ടിലോട്ട് പോയിക്കോളാം. അപ്പം പിന്നെ നമ്മളെന്ത് ചെയ്തു, പ്ലാൻ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് നമുക്ക്, അതായത് അനിയൻ അപ്പോഴത്തേക്കും പടം കഴിഞ്ഞ ആൾ വീട്ടിലോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ 3 ഉള്ളൂ, മമ്മിയും മാമനും ഞാനേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്തായാലും എന്താ പറയുക, മാമൻ പോകാനുള്ള ഡേറ്റ് ഓൾമോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ഇവിടെ ആപ്പൻ മീൻസ് മാമൻ്റെ മമ്മീൻ്റെ ആപ്പൻ, അങ്ങനെ അച്ഛൻ്റെ അനിയൻ. അപ്പോൾ അവിടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് പോകാൻ. എനിക്കില്ല ഇത് വ്യൂ കണ്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയ്യോ ഒന്നും പറയണ്ട, അതാണ് ഞാൻ സൂം ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയായിരുന്നു കാണിക്കണ്ടായിരുന്നത്. അവിടെ നമ്മൾ ദാണ്ട സുധാപ്പൻ്റെ വീട്ടിലോട്ടേക്ക് അവിടെ പോകുന്നത്. ഇവരെ വേഗം മുന്നിലേക്ക് വിട്ടാൽ ഞാനും വേഗം എന്തായിരുന്നു പിന്നാലെ പിടിച്ച് ആ ഒരു സീക്വൻസൊക്കെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ വീട്ടിൽ പോയിട്ടെന്നാ പറയേണ്ട, ഭയങ്കര ജോളിയായിരുന്നു കേട്ടോ. പണ്ടും അത് ഇന്നും അത് ഇവർക്കൊക്കെ ആ ഒരു സ്നേഹമില്ലേ, അത് ഭയങ്കര ഒരു സംതിങ് സ്പെഷ്യൽ. അതിലിടയ്ക്ക് ഇവർ പണ്ടത്തെ ബോഡി ബിൽഡിംഗ് എല്ലാം ആയതുകൊണ്ട് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. ഞാൻ അതിലിടയ്ക്ക് അങ്ങോട്ടേക്കൊന്ന് പറഞ്ഞതാ. പറഞ്ഞ ഞാൻ പെട്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് നീ എന്തോ പറഞ്ഞിട്ടാ പിന്നെ എന്നൊക്കെ പറഞ്ഞത് ക്വസ്റ്റ്യനൊക്കെ വന്നു. ഞാൻ പെട്ട് പോയിട്ടുണ്ടായിരുന്നു ആൾ പറഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ആളങ്ങനെ കാണിച്ചൊക്കെ തന്നു എനിക്ക് അതിലിടയ്ക്ക്. പിന്നെ നമ്മൾ ഓരോ സംസാരമായി. പിന്നെ നൈസായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, കാരണം ലേറ്റ് ആവല്ലേ ചെയ്യുന്നത്. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അപ്പുറത്തന്നെ മൂത്താൻ്റെ വീടുണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പം മൂത്താൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് പിന്നെ എന്താ പറയുക, അവിടെ നിന്നും കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം മമ്മിക്കെന്ന് വെച്ചാൽ പഴയ കഥകൾ കുറേ ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. ലൈക്ക് മമ്മി പണ്ട് നമ്മളുടെ കയ്യിലും പറയുന്നതാണ്. കാരണം ചെറുപ്പത്തിലെ കുറേ വെച്ചാൽ ഇപ്പം നമ്മളെ ഇപ്പോഴത്തെ പോലെയല്ലല്ലോ, പണ്ടെല്ലാം കൂട്ടുകുടുംബം കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ പറ്റിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ വിഷമിക്കും, അതിങ്ങനെ പറഞ്ഞിട്ടൊരു വിഷമം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് അതൊക്കെ കുറേ സംസാരിച്ചു. പിന്നെ നമ്മളങ്ങനെ നൈസായിട്ട് ഇറങ്ങി നമ്മൾ. കാരണം ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ വീട് പിടിക്കണ്ടേ. കാരണം അതിലിടക്ക് അനിയനും വിളിച്ച് നിങ്ങൾ വീട്ടിലോട്ട് എത്തിയില്ല എന്നിട്ടൊരു ക്വസ്റ്റ്യനും വന്നു. കാരണം അവിടെ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ വേഗം അങ്ങ് ഇറങ്ങി വീട്ടിലോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം പാട് ഒരു കടയിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു, സാധനം വാങ്ങിക്കണമായിരുന്നു. അപ്പം കുറച്ച് സാധനം എന്തോ വീട്ടിലോട്ടേക്കുള്ളത് അതും വാങ്ങിച്ച് നൈസായിട്ട് വീട്ടിലോട്ടേക്ക് വിട്ട് വേഗം തന്നെ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
സോ ഗൈസ് നമ്മൾ വീട്ടിലോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. എന്താണ്ട് എത്തി, ഒന്നും പറയേണ്ട ഒരു വിധത്തിൽ അവിടെ എത്തി. നമ്മൾ അതിലിടക്ക് വരെ നമ്മൾ ഫുൾ ടോക്കിംഗ് പടത്തിനെ പറ്റിയിട്ടായിരുന്നു വണ്ടീൻ്റെ അകത്ത്. അത്രയും ഭയങ്കര ഇതായിരുന്നു കണ്ടിട്ട്. നമുക്ക് അങ്ങനെയായിരുന്നേ. സോ എന്താണ്ടാ മൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഗൈസ് നമുക്കപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. വെയിറ്റ് ചെയ്യേണ്ട, ഞാൻ എപ്പോഴേലായിട്ട് പെട്ടെന്ന് വീഡിയോസൊക്കെ ഇടാം. ഓക്കെ, ബൈ ബൈ.